അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർ ചേർന്നതാണ് കർക്കിടകക്കൂറ്. ഇവർക്ക് 12ാം ഭാവത്തിലാണ് ഗുരുവും ശുക്രനും. അതുകൊണ്ട് ആന്തരികമായിട്ട് അഥവാ മാനസികമായിട്ടും ഒക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളുമൊക്കെ ഉണ്ടാകും. എന്ന് മാത്രമല്ല, അവനവൻ്റെ സ്ഥാനത്തിന് തന്നെ കോട്ടം തട്ടാവുന്ന ചില കാര്യങ്ങളൊക്കെ വന്നു ചേർന്നേക്കാൻ ഇടയുണ്ട്. അനാവശ്യ ചിന്തകൾ നിമിത്തം ഏകാന്തതയിലേക്ക് ഒക്കെ പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥയോ ഒക്കെ ഇവർക്കുണ്ടാകാവുന്നതാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ജോലി അതുപോലെ പ്രവർത്തനം, അത് ജോലിയോ ബിസിനസ്സോ എന്താണെന്നുണ്ടെങ്കിലും അതിൽ കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതിരിക്കുക, അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് ഉള്ള അംഗീകാരം കിട്ടാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന നിരാശ, ഇതൊക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഭാവിയിലേക്ക് നന്മ വരുത്തും എന്നുള്ളത് ഒരു സത്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ധനപരമായിട്ട് വന്നേക്കാം. അതുപോലെ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ടും കുടുംബാംഗങ്ങളുടെയോ അവനവൻ്റെ തന്നെയോ ചികിത്സകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചില ഒരു അനാവശ്യ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും പരസ്പരം കുറച്ച് അകൽച്ചയുമൊക്കെ ഉണ്ടാകാം. അത് തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടും ഒക്കെ അത് മാറ്റേണ്ടതാണ്. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദവും അതുപോലെ ഉറക്കക്കുറവും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന ക്ഷീണം കൊണ്ടും ഒക്കെ കുടുംബാന്തരീക്ഷത്തിൽ കുറച്ച് വിള്ളലുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ സ്വയം പരിഹരിക്കേണ്ടതാണ്. ഇവർക്ക് ശിവനെ പൂജിക്കുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷരം നിത്യേന ജപിക്കുക, ധ്യാനം ശീലിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്ന് വിമുക്തി ഉണ്ടാകാൻ വളരെ നല്ലതാണ്.